കൊലയാളികൾ എത്ര സമർത്ഥമായി തെളിവുകൾ നശിപ്പിച്ചാലും ദൈവത്തിൻ്റെ കയ്യൊപ്പ് പോലെ ഒരടയാളം അവശേഷിക്കും. പലപ്പോഴും കുറ്റാന്വേഷകർ ആ അടയാളത്തിൽ പിടിച്ചാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ADM നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ അത്തരം ഒരടയാളമാണ് പരാതിക്കാരനായ പ്രശാന്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു എന്ന് പറയുന്ന കത്ത്. ആ കത്ത് എഴുതിയതാരാണ്? ആ കത്തിലെ കയ്യൊപ്പ് ആരുടേതാണ്? എന്തുകൊണ്ട് ആ കത്തിലെയും പെട്രോൾ ബങ്ക് എഗ്രിമെന്റിലെയും ഒപ്പുകൾ വ്യത്യസ്തമായി? അതൊരു വ്യാജ കത്താണോ? അത് നിർമ്മിച്ചത് AKG സെന്ററിലാണോ? മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ആ കത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇന്നിപ്പോൾ 11 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം PP ദിവ്യ പുറത്തിറങ്ങിയപ്പോൾ അവർ തന്നെ പറയുന്നു, ഞാനും നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ്. അപ്പോൾ പ്രതി തന്നെ, ദിവ്യ തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണെന്നും അവരുടെ ദുഃഖത്തിൽ താൻ പങ്കുചേരുന്നുവെന്നും യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണമെന്നും അവർ പറയുമ്പോൾ ആരാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിലെ ശക്തികൾ? അത് ആത്മഹത്യയാണെന്ന് തുടക്കം മുതൽ പറഞ്ഞെങ്കിലും എക്സ്ക്ലൂസീവ് ആദ്യ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരുന്നത് അതൊരു ദുരൂഹ മരണമാണ്, അത് കൊലപാതകം ആകാനുള്ള സാധ്യത വളരെ വലുതാണ്. കാരണം ഒരാൾ ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സ്വകാര്യമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വീട് തുറന്നു വെച്ച വാതിലുകൾ ഉള്ള ആ വീട്ടിനകത്ത് കയറിൽ കെട്ടിത്തൂങ്ങി മരിക്കാൻ ADM പദവിയിലിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരിക്കലും ശ്രമിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആരാണ് കുറ്റവാളികൾ? ആ കുറ്റവാളികൾ ആരായാലും അവർ അവശേഷിപ്പിച്ചു പോയ ഒരടയാളമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയ ആ പരാതി. ആ പരാതിയിൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. കാരണം കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷം ആണ് ആ കത്തെഴുതിയിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്തെഴുതി എന്നാണ് മാധ്യമങ്ങളോടും പോലീസിനോടും എല്ലാം പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനായിരുന്ന പ്രശാന്ത് നൽകിയ മൊഴി. അപ്പോൾ ഈ അടയാളത്തിൽ നിന്ന് വേണം യഥാർത്ഥത്തിൽ അന്വേഷണം ആരംഭിക്കാൻ. യാത്രയപ്പ് കഴിഞ്ഞ് തനിക്ക് നൽകിയ ഉപകാരം പോലും എടുക്കാതെ ഡ്രൈവറോട് മുനീശ്വരൻ കോവിലിനടുത്ത് തന്നെ ഇറക്കി വിടാൻ പറഞ്ഞ് പോയ നവീൻ ബാബുവിനെ പിന്നെ കാണുന്നത് തൂങ്ങി മരിച്ചു നിൽക്കുന്ന നിലയിലാണ്. ആദ്യം അവിടെ എത്തിയവർ ആരായിരുന്നു? അവരെ പോലീസ് ചോദ്യം ചെയ്തോ? വഴിയിൽ ഇറക്കി വിട്ട ഡ്രൈവർ അതിനുശേഷം അദ്ദേഹത്തെ അന്വേഷിച്ചോ? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ബാക്കിയാണ്. മറ്റൊന്ന്, ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറയുന്നത് നവീൻ ബാബുവിനെയും PP ദിവ്യയെയും തള്ളാനോ കൊള്ളാനോ പാർട്ടി തയ്യാറല്ല. കാരണം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിരുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അദ്ദേഹം സത്യസന്ധനായിരുന്നു എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അതുകൊണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം ആണ് തങ്ങൾ എന്ന് ഇതുവരെ പറഞ്ഞിരുന്ന പാർട്ടി ഇപ്പോൾ പറയുന്നത് PP ദിവ്യയോടൊപ്പമോ നവീൻ ബാബുവിനോടൊപ്പമോ അല്ല പാർട്ടി. രണ്ടു കൂട്ടരെയും തള്ളാനോ കൊള്ളാനോ പാർട്ടി ഒരുക്കമല്ല എന്നാണ്. അതെന്തായാലും വിചിത്രമാണ്. ഇന്ത്യ ചൈന അതിർത്തി തർക്കകാലത്ത് മക്മോഹൻ അതിർത്തി രേഖ ചൈനയുടേതെന്നും നമ്മൾ നമ്മുടേതെന്നും പറയുന്ന അതിർത്തി രേഖ എന്നാണ് സാക്ഷാൽ EMS പറഞ്ഞിരുന്നത്. EMSന്റെ ആ പ്രസ്താവന വളരെ പ്രസിദ്ധമാണ്.
അപ്പം അതുപോലെയാണ് ഇപ്പോൾ MP ജയരാജൻ പറയുന്നത്. മറ്റൊന്ന്, ഏതാണ്ട് 10-12 ദിവസത്തിന് മുമ്പ് PP ദിവ്യയുടെ മുൻകൂർ ജാമ്യം നിഷേധിച്ച അതേ കോടതി 11 ദിവസം കഴിഞ്ഞ് സ്ഥിരം ജാമ്യം ദിവ്യയ്ക്ക് നൽകുമ്പോൾ പ്രോസിക്യൂഷൻ നിലപാടിലോ പ്രതിഭാഗം അവതരിപ്പിച്ച രേഖകളിലോ വാദകങ്ങളിലോ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന സമയത്തും PP ദിവ്യ ഒരു സ്ത്രീ തന്നെയായിരുന്നു. അവർക്ക് അച്ഛനും കുടുംബവും മകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ചക്കുള്ളിലാണോ ഇവർ ഒരു സ്ത്രീയാണ്, ഇവരുടെ അച്ഛൻ രോഗിയാണ്, ഇവർക്ക് 15 വയസ്സുള്ള മകളുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യം വന്നത്? അപ്പോൾ എന്താണ് സംഭവിച്ചത്? മുൻകൂർ ജാമ്യം നിഷേധിച്ച അതേ കോടതി ആ മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് പറഞ്ഞ വിധിന്യായത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് നടത്തിയത്. ആ കണ്ടെത്തലുകൾക്കൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പ്രതിയായ PP ദിവ്യയ്ക്കോ പ്രോസിക്യൂഷനോ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ അഭിഭാഷകനോ ഒന്നും മാറ്റം വന്നില്ല. അവരുടെ വാദമുഖങ്ങൾക്കും മാറ്റം വന്നില്ല. അപ്പോൾ ഈ 10 ദിവസത്തിനിടയിൽ കോടതിക്ക് വന്ന മാനസാന്തരം എന്താണ്? പിന്നെ സ്ത്രീ ആയതുകൊണ്ട് ജാമ്യം നൽകുന്നു എന്ന് എടുത്തു പറഞ്ഞ കോടതി വിധി വളരെ വിചിത്രമാണ്. കാരണം എല്ലാമായിരുന്ന ഒരു കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്ന ഭർത്താവ്, അച്ഛൻ നഷ്ടപ്പെട്ട ഒരു കുടുംബമാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം. അപ്പോൾ ഒരു ഭാര്യയുടെ ദുഃഖം, 2 പെൺമക്കളുടെ ദുഃഖം, അവർക്ക് നഷ്ടപ്പെട്ടു പോയത് എല്ലാമായിരുന്ന അവരുടെ ഭർത്താവിനെയും അച്ഛനെയുമാണ്. അത്രയും വലിയ നഷ്ടമൊന്നും PP ദിവ്യ എന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സംഭവിച്ചിട്ടില്ല. അവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പോയി. ഏറ്റവും ഒടുവിൽ ഈ ജാമ്യം കോടതി പരിഗണിക്കുന്നതിൻ്റെ തലേ ദിവസം വളരെ വൈകിയാണെങ്കിലും CPM ജില്ലാ കമ്മിറ്റി, ജില്ലാ സെക്രട്ടേറിയറ്റ് PP ദിവ്യയെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. അപ്പോൾ പാർട്ടി കോടതി ദിവ്യയെ ശിക്ഷിച്ചു. അപ്പോൾ പാർട്ടി കോടതി ദിവ്യയെ തരം താഴ്ത്തിക്കൊണ്ടുള്ള തീരുമാനമെടുത്ത് തൊട്ടടുത്ത ദിവസം നമ്മുടെ യഥാർത്ഥ കോടതി ദിവ്യയെ പുറത്തു വിടുകയും ചെയ്തു. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പാർട്ടി കോടതിയുടെ വിധി യഥാർത്ഥ കോടതിയെ സ്വാധീനിച്ചോ? തുടങ്ങിയ ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. മറ്റൊന്ന്, നമ്മുടെ കേരളം ഇടതുപക്ഷ സർക്കാരുകൾ ഭരിക്കുന്ന കാലത്തെല്ലാം സംഭവിച്ചിട്ടുള്ള കൊലപാതകങ്ങളും വെടിവെപ്പുകളും തുടങ്ങിയ എന്ത് സംഭവങ്ങളിലും ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും രക്ഷിക്കുന്ന ഒരു നിലപാട് ഇടതുപക്ഷ സർക്കാരുകൾ സ്വീകരിക്കാറുണ്ട്. ഇടതുപക്ഷ സർക്കാരുകളുടെ ഒരു തെറ്റിദ്ധാരണയാവണം, അവർ ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ IAS-കാരും IPS-കാരും പോലീസ് സേനയുമെല്ലാം അവരുടെ സ്വന്തമാണ്. ഒരു കോൺസ്റ്റബിൾ തുടങ്ങി DGP വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കാനും അവരുടെ കൂടെ നിൽക്കാനും ഉള്ള ഒരു ശ്രമമാണ് ഭരണകൂടം നടത്തുന്നത്. സർക്കാരുകൾ, പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാരുകൾ, IAS-കാരെയും IPS-കാരെയും കാണുമ്പോൾ, അവരുമായി അടുത്ത് ഇടപഴകുമ്പോൾ എല്ലാം മറക്കുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ADM-ന്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാതെ കയറി വന്ന ദിവ്യയ്ക്ക് സ്വാഗതം ഒരുക്കുകയും അവർക്ക് ഏകപക്ഷീയമായി സംസാരിക്കാൻ അനുമതി നൽകുകയും എല്ലാം ചെയ്ത ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ മൊഴികൾ പരസ്പര വിരുദ്ധമാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആദ്യമെത്തിയ അഡീഷണൽ
റവന്യൂ സെക്രട്ടറിക്ക് ഗീതയ്ക്ക് അദ്ദേഹം നൽകിയ മൊഴിയിൽ നവീൻ ബാബു ഒരു കുറ്റസമ്മതം നടത്തിയതായി പറയുന്നില്ല. പക്ഷേ പോലീസിന് നൽകിയ മൊഴിയിലും ഏറ്റവും ഒടുവിൽ കോടതിയിൽ പ്രതിഭാഗം അഭിഭാഷകൻ ഹാജരാക്കിയ രേഖയിലും അത്തരം ഒരു മൊഴിയുണ്ട്. പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളോട് അങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തിയതായി പറയുകയും ചെയ്തു. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയി, പിണറായിയിലെ വീട്ടിൽ പോയി ജില്ലാ കളക്ടർ ഒരു സന്ദർശനം നടത്തിയത്. എന്തായിരുന്നു ആ സന്ദർശന ഉദ്ദേശം? മുഖ്യമന്ത്രിയും കളക്ടറുമായി നടത്തിയ ആ കൂടിക്കാഴ്ചയും നവീൻ ബാബുവിൻ്റെ മരണവും തുടർന്നുണ്ടായ കളക്ടറുടെ മൊഴിമാറ്റവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നത് തൻ്റെ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെച്ച് PP ദിവ്യ ADMനെ അപമാനിച്ചു, അദ്ദേഹം അതിൽ മനംനൊന്ത് ഇറങ്ങിപ്പോയി, അല്ല അദ്ദേഹം അതിൽ മനംനൊന്ത് ജീവനൊടുക്കി എന്ന വാദം നിൽക്കുമ്പോൾ തന്നെ 10-30 കൊല്ലം റവന്യൂ ഉദ്യോഗസ്ഥനായിരുന്ന ഒരാൾ ഇത്തരമൊരു കാരണം കൊണ്ട് മാത്രം ജീവനൊടുക്കാൻ സാധ്യതയില്ലെന്നും പെട്രോൾ ബങ്കുമായി ബന്ധപ്പെട്ട് ഈ പ്രശാന്ത് വെറും ബിനാമിയാണ്, മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനായ പ്രശാന്തിന് ഒരിക്കലും കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു പെട്രോൾ ബങ്ക് ആരംഭിക്കാനാവില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പെട്രോൾ ബങ്കുകൾ സ്ഥാപിക്കാനും അതിൻ്റെ NOC നേടിയെടുക്കാനും ശ്രമിക്കുന്ന ഒരു ലോബി തന്നെ സജീവമാണെന്നും കണ്ണൂരിലെയും കാസർഗോട്ടെയും ക്വാറി മാഫിയകൾ സജീവമാണെന്നും കാസർഗോഡും കണ്ണൂരും പ്രവർത്തിച്ച ADMന് ഈ അധോലോകവുമായി ബന്ധപ്പെട്ട പല രഹസ്യങ്ങളും അറിയാമായിരുന്നുവെന്നും അവരാരെങ്കിലുമാണോ നവീൻ ബാബുവിൻ്റെ ജീവന് അപഹരിച്ചത് എന്ന സംശയമാണ് സജീവമായിരിക്കുന്നത്. എന്തായാലും CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ തീരുമാനം. ആ തീരുമാനം ഹൈക്കോടതി അംഗീകരിക്കുകയാണെങ്കിൽ ജില്ലാ കളക്ടർ അടക്കം ഇപ്പോൾ ആരോപണ വിധേയരായിരിക്കുന്ന ദിവ്യയും പ്രശാന്തും അടക്കം മുഖ്യമന്ത്രിയുടെ ആഫീസിലേക്ക് പോയി എന്ന് പറയുന്ന കത്ത് എന്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കിയില്ല? പോലീസ് അത് കസ്റ്റഡിയിലെടുത്തില്ല. അപ്പോൾ ആ കത്തിൻ്റെ ഒറിജിൻ എവിടെയാണ്? AKG സെൻറ്ററിൽ എന്ന ഒരു പ്രമുഖ പത്രം പുറത്തുവിട്ടിട്ടും എന്തുകൊണ്ടാണ് അതിനെതിരെ ഒരു പ്രതികരണം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവാത്തത്? മുഖ്യമന്ത്രിയുടെ ആഫീസിലുള്ള ഉന്നതർക്ക് ഈ സംഭവവുമായി ബന്ധമുണ്ടോ? സമഗ്രമായ വിവരങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടതുണ്ട്.